സുനിത വില്യംസ് ഈ ജനുവരിയിൽ കോഴിക്കോട് വന്നിരുന്നു. കോഴിക്കോട് ബീച്ചിൽ പതിവ് പോലെ ഒരു രാവിലെ നടക്കാനിറങ്ങി. തിരിച്ചറിഞ്ഞ ജനങ്ങൾ സിനിമാ താരങ്ങളെ പൊതിയുന്ന പോലെ അവരെ പൊതിഞ്ഞു. ബുദ്ധിമുട്ടി വിഷമിച്ച് അവർ കഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് ലോഡ്ജിലെത്തി. ഇവർ പറഞ്ഞ് പത്രക്കാരെല്ലാം വന്നു. പത്രക്കാരവരെ ഇൻ്റർവ്യൂ ചെയ്തു. വിശദമായി വാർത്ത പത്രത്തിലുണ്ട്. കോഴിക്കോട് ബീച്ചിൽ ഒരു നക്ഷത്രം എന്നായിരുന്നു അന്നത്തെ വാർത്താ ഹെഡിങ്. അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാൻ സമയമില്ല. ഒറ്റ കാര്യം, 608 ദിവസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിച്ച ഒരേ ഒരു വനിതയാണ്. ഗുജറാത്ത് ബേസ്ഡാണ്, നമുക്ക് അഭിമാനിക്കാം. 62 മണിക്കൂറും 6 മിനിറ്റും ട്രെഡ്മില്ലിൽ ബഹിരാകാശത്ത് മാരത്തൺ നടത്തി ലോക റെക്കോർഡിട്ട നമ്മുടെ അഭിമാനമാണ്. അവർ പറഞ്ഞ ഒരു കാര്യം നമുക്കെല്ലാം ശ്രദ്ധേയമാണ്. ഞാൻ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ ഭൂമിയിൽ അതിരുകളില്ല, വേലികളില്ല, മതിലുകളില്ല. എല്ലാവരും ഒരുപോലെ. ഈ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും അനുഭവിക്കുന്ന സൂര്യപ്രകാശം ഒന്ന്, ചന്ദ്രൻ്റെ ശീതളിമയൊന്ന്, എല്ലാവരും കുടിക്കുന്ന ഉപയോഗിക്കുന്ന വെള്ളം ഒരേ മഴമേഘത്തിൽ നിന്നും പെയ്യുന്നത്, ഒരേ കാറ്റാണ്, വായുവാണ് ശ്വസിക്കുന്നത്. എന്തിനാണ് പിന്നെ മനുഷ്യർ ഇങ്ങനെ തമ്മിലടിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പരസ്പരം വിദ്വേഷം പുലർത്തുന്നവർ ചോദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ഇഫ്താറിൻ്റെയും സന്ദേശം. ഈ ലോകത്ത് നമ്മൾക്കിടയിൽ കുറഞ്ഞ കാലത്തെ ജീവിതത്തിനിടയിൽ ദയവായി മതിലുകൾ സൃഷ്ടിക്കാതിരിക്കുക, വിദ്വേഷങ്ങൾ ഉണ്ടാകാതിരിക്കുക. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, ഫഹുവ ഷഹറുൽ മുവാസാത്ത്. വിശുദ്ധ റമളാൻ സൗഹാർദ്ദത്തിൻ്റെ മാസമാണ്, സഹാനുഭൂതിയുടെ മാസമാണ്, സഹകരണത്തിൻ്റെ മാസമാണ്. ഈ സന്ദേശം ശരിക്കും ഉൾക്കൊണ്ട് ശ്രീ ജയനും അദ്ദേഹത്തിൻ്റെ ഭാരതീയം ട്രസ്റ്റും 8 വർഷമായി ഈ പറയപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട പരിപാടികളും നടത്തി വരുന്നു. ഒരുപാട് സഹായങ്ങൾ ചാരിറ്റി ചെയ്യുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഇവിടെ പങ്കെടുത്ത് നമുക്ക് എല്ലാവർക്കും മനുഷ്യരായി, നല്ല മനുഷ്യരായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങാം. നന്ദി, നമസ്കാരം.